ഒരു സീരിയൽ നടിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ആ നടിയുടെ പ്രേതം തന്നെ, ആ മരിച്ചുപോയ ആ സ്ത്രീയുടെ പ്രേതം തന്നെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, വിത്ത് പ്രൂഫ്. ഇതിൽ പലതരത്തിലുള്ള പേടിപ്പെടുത്തുന്ന സംഭവങ്ങളും അവസാനമായിട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യവും ഈ പ്രേതം വന്ന് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ ഒരു സീരിയൽ നടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ പറയാം. വിജയ് ചിത്ര എന്ന് പറയുന്ന ഒരു തമിഴ് സീരിയൽ നടിയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ വന്നിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ ഉണ്ടല്ലോ, സ്വാന്തനം പറയുന്നത് കറക്റ്റാന്ന് തോന്നുന്നു. സാന്ത്വനം എന്ന് പറയുന്ന ആ സീരിയലുണ്ടല്ലോ, അതിൻ്റെ തമിഴ് വെർഷൻ ഉണ്ട്, പാണ്ഡ്യൻ സ്റ്റോർസ് എന്ന് പറയും. വളരെ ഫേമസ് ആയിട്ടുള്ള ആ സീരിയൽ വളരെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ആ സീരിയലിലാണ് ഈ പറയുന്ന വിജയ് ചിത്ര എന്ന് പറയുന്ന നടി വന്നിട്ട് അഭിനയിച്ചിട്ടിരുന്നത്. ആ സീരിയലിൻ്റെ പീക്ക് നിൽക്കുന്ന ടൈമിലാണ് ഈ ഒരു നടി സൂസൈഡ് ചെയ്ത് മരിച്ചത്. ഇത് വെറും ഒരു മരണമല്ല, മരിച്ച ഒരു മരണമാണിത്. ഈ ചിത്ര താമസിച്ച അതേ ഹോട്ടൽ റൂമിൽ വെച്ച് തന്നെ ഫാനിൽ കെട്ടിത്തൂങ്ങിയാണ് മരിച്ചത്. അതിലോട്ട് നമുക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഈ നടിയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് ഞാൻ പറയാം. കുറച്ച് കാലങ്ങളായിട്ട് ലിവിങ് ടുഗദറിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഈ ചിത്ര വന്നിട്ട് കല്യാണം കഴിച്ചിരിക്കുന്ന ആളുടെ പേര് വന്നിട്ട് ഹേമന്ത് എന്നാണ്. അതെ, ഹേമന്ത് എന്ന് തോന്നുന്നു. ഇപ്പം ഈ ഒരു മരിച്ച ആ ഒരു ഹോട്ടലുണ്ടല്ലോ, ആ സ്ഥലത്തും ഇവർ ഒന്നിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ മരിച്ച കുറച്ച് കാര്യങ്ങൾ, ആ ഒരു സർക്കിളിൽ ആ ഒരു സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ വന്നിട്ട് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഈ മരിക്കുന്നതിന് മുൻപ് ഈ ചിത്രയ്ക്ക്, ഈ സീരിയൽ നടിക്ക് വന്നിട്ട് കുറേ അധികം പ്രഷർ, ബുദ്ധിമുട്ടുകൾ, കുറേ നാളുകൾ വന്നിട്ട് വളരെയധികം ഡിപ്രഷനിലായിരുന്നു എന്ന് കൂടെ അഭിനയിക്കുന്നവരും ഫ്രണ്ട്സും ഈ മരണത്തിന് ശേഷം വന്നിട്ട് പറയുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മരിച്ചതിന് ശേഷം വന്നിട്ട് ഈ ഡെഡ് ബോഡി പരിശോധിക്കുന്ന ഇടയിൽ വന്നിട്ട് നിരവധി മുറിവുകൾ വന്നിട്ട് ഡെഡ് ബോഡിയിലുണ്ട്. ഇത് രണ്ട്. മൂന്നാമത്തെ കാര്യം, അതാണ് എന്നെ കുറച്ചും കൂടി ഇതാക്കുന്നത്. ഈ സമയത്ത് ഈ ഭർത്താവിന് വന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം പുറത്ത് നിൽക്ക്, എനിക്ക് വന്നിട്ട് ഒന്ന് ഫ്രഷ് ആവണം എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭർത്താവിനെ പുറത്ത് നിർത്തിയിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ഭർത്താവിനെ വീടിൻ്റെ പുറത്ത് നിർത്തി ഡോറ് ക്ലോസ് ചെയ്തിട്ട് കുളിക്കാൻ പോകുന്ന ഭാര്യ, ഇതെനിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിയർഡായിട്ട് ഫീൽ ആകുമായിരിക്കും. ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ആ ഹേമന്ത് എന്ന് പറയുന്ന ആ നടിയുടെ, ആ ചിത്ര എന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ ഭർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ട് സ്റ്റാർട്ടായിട്ടുണ്ടായിരിക്കും. അതേ ഡൗട്ട് എനിക്കും ഉണ്ട്. ഓക്കെ. നാലാമത്തെ കാര്യം, ഈ സൂസൈഡ് ചെയ്ത് മരിച്ച മുറി വന്നിട്ട് അന്ന് തന്നെ കംപ്ലീറ്റ് ലോക്ക് ചെയ്തതിന് ശേഷം വന്നിട്ട് കേസും കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് വന്നിട്ട് ഇത് കുറേ പേര് വന്നിട്ട് ഇല്ല, ഇത് വന്നിട്ടൊരു മർഡറാണ്, കൊന്നിട്ട് പോയി തൂക്കിയിട്ടിരിക്കുകയാണ് എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കേസ് പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതുവരെ ഈ കംപ്ലീറ്റ് മുറിയും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ഒരു മുറി വന്നിട്ട് ഈ പെൺകുട്ടിയുടെ, ഈ സീരിയൽ നടിയുടെ അമ്മയും റിലേറ്റീവും കുറേ മീഡിയക്കാരൊക്കെ വന്നിട്ട് മുറി ഓപ്പൺ ചെയ്ത് അകത്ത് നോക്കിയപ്പോഴാണ് കുറേ അധികം പാക്കറ്റ് വന്നിട്ട് ബോക്സ് നിറയെ ഇരിപ്പുണ്ടായിരുന്നു ആ ഒരു മുറിയിൽ. സോ ഇതൊക്കെയാണ് ഇവരുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങളൊക്കെ. നമുക്ക് ഇതൊന്നും അല്ല വേണ്ട. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ഈ മരിച്ചുപോയ സീരിയൽ നടി ചിത്രയുടെ ആത്മാവ് തിരികെ വന്ന് എന്തൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് നമുക്ക് വരാം. നടിയുടെ ആത്മാവായിട്ട് സംസാരിച്ചിരിക്കുന്നത് ചാർലി എന്ന് പറയുന്ന പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷുകാരനാണ്. സോ ഇദ്ദേഹം വന്നിട്ട് സുഷൻ ശർമ്മയാണോ അറിയത്തില്ല, സുഷൻ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് താരം ഇടയ്ക്ക് വന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും വന്നിട്ട് വളരെ ഒരു മെയിൻ ലീഡ് കിട്ടിയത് തന്നെ ഇദ്ദേഹത്തിന് ഒരു പങ്കുണ്ട് ആ ഒരു കാര്യത്തിൽ. സോ അദ്ദേഹം തന്നെയാണ് ഈ പറയുന്ന ചിത്രയുടെ ആത്മാവായിട്ട് സംസാരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്, നിന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് ചോദിച്ചത്. ചിത്രയുടെ ആത്മാവ് പറഞ്ഞത്, അതെനിക്ക് പറയാൻ പറ്റില്ല, അവൻ വന്നു, അതിനുശേഷം വന്നിട്ട് ഞാൻ തനിമയിലായി, ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫാൻസിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം വന്നിട്ട് കൂടുതൽ പേരും വന്നിട്ട് ഈ ഒരു സീരിയൽ നടിയുടെ ഫാൻസുകാരാണ് ഇദ്ദേഹത്തിന് DM ചെയ്തിരിക്കുന്നത്. സംസാരിച്ച് നോക്ക്, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതെന്താ കണ്ടുപിടിക്കണം, സംസാരിക്കുന്നു പറഞ്ഞിട്ട് DM ചെയ്തിട്ട് അങ്ങനെയാണ് ഇദ്ദേഹം വന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്.
അപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ഫാൻസിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ചോദിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് വന്ന ഒരു സൗണ്ട് എന്ന് പറയുന്നത് എല്ലാം തീർന്നു എന്നുള്ള ഒരു ഉത്തരവാണ് വന്നത്. അടുത്തതായിട്ട് അവർ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ, ഈ ഡെഡ് ബോഡിയിൽ വന്നിട്ട് കവിളിലായിട്ടും ദേഹത്തൊക്കെ ആയിട്ട് വന്നിട്ട് ചില മുറിവുകളുടെ പാടുമുണ്ട്, ബ്ലഡിൻ്റെ ഇതുമുണ്ട്. ഇത് ചോദിക്കുന്നുണ്ട്, ഈ ബ്ലഡൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഒരു സൗണ്ട് വരുന്നത് കത്തി കൊണ്ട് എന്നൊരു സൗണ്ട് വരുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് എന്നെ കുറേ ഉപദ്രവിച്ചു എന്നും പറയുന്നുണ്ട്, എനിക്ക് കുറേ വേദനിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നെ വീണ്ടും വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിന്നെ കൊന്നവൻ വന്നിട്ട് ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് കൺഫേം ചെയ്യണമല്ലോ ഇവരെന്താ പറയുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് കിട്ടിയൊരു ഉത്തരം എന്ന് പറയുന്നത് ഇന്ന് സംസാരിക്കും, ഇന്ന് സംസാരിക്കും, ഇന്ന് സംസാരിക്കണം, ഇന്ന് സംസാരിക്കുന്നു, അങ്ങനത്തെ ഏതോ സംതിങ് ഒരു വാക്കാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് പറഞ്ഞത് ഞാൻ ചിത്ര എന്ന് പറഞ്ഞിട്ട് ആ ഒരു വോയിസ് ക്ലിപ്പ് അവിടെ നിൽക്കുകയാണ്. ഇതിന് ശേഷം വന്നിട്ട് ഇത് ഭയങ്കര രീതിയിൽ വന്നിട്ട് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഈ ഒരു വീഡിയോ വൈറലായി. ഒന്നും കൂടി നിങ്ങൾ ഈ ഒരു ആത്മാവിനോട് സംസാരിക്കണം എന്ന് ചോദിച്ചിട്ട് എന്നും പറഞ്ഞുകൊണ്ട് കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തിന് ന്യൂസ് ചാനലിൽ പോലും വന്നിട്ടുണ്ടായിരുന്നു തമിഴിൽ. അതിനുശേഷം ഇദ്ദേഹം വീണ്ടും ഇതേ സംഭവം ട്രൈ ചെയ്തായിരുന്നു. അപ്പോഴാണ് ആ ഒരു സംഭവം പുറത്തു വന്നത്. ചാർലി എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് വീണ്ടും ഈ ആത്മാവിനെ വിളിച്ചു വരുത്തി ചോദിച്ചതും സംസാരിച്ചതുമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ആദ്യമേ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവ് അറസ്റ്റ് ചെയ്തോ എന്നുള്ള ഒരു സൗണ്ടിൽ എന്തോ ഒരു വോയിസ് വന്നിട്ട് കേൾക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. ഏത് ഈ ചാർലി എന്ന് പറയുന്ന ആ പാരാനോർമൽ എക്സ്പെർട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് അറസ്റ്റ് ചെയ്തോ എന്നുള്ള ഒരു രീതിയിൽ ഒരു സൗണ്ട് കേട്ടതായിട്ട് പറയുന്നുണ്ട്. അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് മരിച്ചത്, അതോ നിങ്ങളെ കൊന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അവിടുന്ന് കിട്ടിയ ഒരു റെക്കോർഡ്, അവിടുന്ന് കിട്ടിയൊരു വോയിസ്, അവിടുന്ന് വന്നൊരു വോയിസ്, എന്തിന് ആ പ്രേതം പറഞ്ഞൊരു കാര്യം, യെസ് ഐ ആം കില്ഡ് എന്നാണ് പറഞ്ഞത്. എന്നെ കൊന്നു എന്നാണ് ആത്മാവ് പറഞ്ഞത്, ഈ ചിത്രയുടെ പ്രേതം പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം വരും, ഇങ്ങനെയാണെങ്കിൽ എല്ലാ ആത്മാക്കളുടെ കൂടെയും സംസാരിച്ച് പല കേസുകളും തെളിയിക്കാൻ പറ്റില്ലയോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലയോ, പ്രേതം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ആരും വിശ്വസിക്കാൻ തയ്യാറല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ പ്രേതം ഇങ്ങനെ പറഞ്ഞോ, ഇങ്ങനെ ചെയ്തു, ഇതാണ് തെളിവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെയും പോയി വാദിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു മനുഷ്യൻ നിന്ന് സംസാരിച്ചാലേ ഇവിടെ ജയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മരിച്ചുപോയ ഒരു ആത്മാവ് വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോടാ ഇറങ്ങിയെന്ന് പറയത്തുള്ളൂ. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്. ബൈ.